കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ എഫേസ്യ ലേഖനം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഈ എഫേസ്യ ലേഖനത്തിൽ തുടക്കം തൊട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ചരിത്രത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദുർഘടമാകുന്ന പലവിധമായ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതിനെ എതിർത്ത് നിൽപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെതായ കൃപ നമ്മൾ പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നതാണ്, 6:13 പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട്. അതപ്പോൾ എതിർക്കുവാനും, അപ്പോൾ സകലതും സമാപിച്ചിട്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് എതിർത്ത് എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് അത് ഇല്ലാതാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ നിന്ന് ഒരു ഉറച്ച ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കർത്താവിൽ നിന്ന് നമ്മൾ പ്രാപിക്കണം. അത് പ്രാപിക്കുമ്പോഴാണ് നമുക്ക് സകലത്തെയും അതിജീവിക്കുവാൻ തക്കവണ്ണം ആ കഴിവ് ദൈവം തരുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഹല്ലേലൂയ. ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാകുന്നതായ വാള് നമ്മുടെ എന്താണ് അരയ്ക്ക് നമ്മൾ കെട്ടിക്കൊള്ളണം. അതാണ് സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഏതിനെയും എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സർവായുധ വർഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എതിർത്ത് നിൽക്കാൻ പറ്റുകയുള്ളൂ. ഇല്ല എങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ കൃപ നമ്മൾ പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിനകത്ത് പലവിധമായ പ്രതിസന്ധികൾ നമ്മൾ കടന്നു വരുന്നു. നമ്മുടെ കുടുംബ ജീവിതങ്ങളിലും നമ്മുടെ തലമുറകളിലും നമ്മുടെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും പലപ്പോഴും ദൈവത്തിന് ഹിതമല്ലാത്തതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെയൊക്കെ പതറിപ്പോകുവാൻ ഇടയായിത്തീരും. അപ്പോൾ അവിടെയൊക്കെയും ദുഷ്ടനാകുന്ന പിശാച് മുതലെടുത്ത് നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കുവാന്, നമ്മുടെ ജീവിതത്തെ ഉന്മൂലമാക്കി കളയുവാൻ തക്കവണ്ണം പിശാച് തന്ത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ ദൈവവൈതലേ, ദൈവസന്നിധിയിൽ നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥനയുള്ളവരായി മാറുകയാണെങ്കിൽ, ദൈവത്തോട് അടുത്ത് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായും സർവായുധങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ പ്രതികൂലത്തിൻ്റെതായ ഓളങ്ങൾ, തിരമാലകൾ സകലതും നമ്മെ വിട്ട് കടന്നു പോകുവാനിടയായിത്തീരും. അപ്പോൾ സർവായുധങ്ങൾ ധരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പല തീയമ്പുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് അകന്നു മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എത്ര തീയമ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തൊടുത്തു വിട്ടാലും ഹല്ലേലൂയ അത് നമ്മെ ഏൽക്കുകയില്ല, അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിൻ്റെ കൃപ നമ്മൾ പ്രാപിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ഇങ്ങനെ പറയുന്നത്, യഹോവയായ കർത്താവായ ദൈവമേ, എൻ്റെ ദൈവത്തിൻ്റെ കൃപ എനിക്ക് വേണം. അപ്പോൾ പൗലോസിനോട് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കൃപ നിന്റെ കൂടെ ഉണ്ട്, നീ കടന്നു പോകാൻ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മൾ പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഈ ദിനങ്ങൾ ദൈവത്തിൻ്റെ സർവായുധങ്ങൾ ധരിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം
ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ദാവീദിനോട് കൂടെ ഇരുന്ന ഒരു കർത്താവായ ദൈവമാണ്. മോശയോട് കൂടെ ഇരുന്ന കർത്താവായ ദൈവമാണ്. അബ്രഹാമിന്റെ കൂടെ ഇരുന്ന ഒരു കർത്താവായ ദൈവമാണ് നമ്മുടെ കർത്താവായ ദൈവം. അപ്പോൾ ഇന്നും നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അവൻ അരുളി ചെയ്യുന്ന കർത്താവായ ദൈവമാണ്. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ കടന്നു വന്നാലും നാം എന്തു ചെയ്യണം? ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റെതായ ആലോചന കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ എപ്പോഴും കാതോർത്തിരിക്കേണ്ടതായ ഏറ്റവും ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു അനുഗ്രഹം കർത്താവിൽ നിന്ന് നമ്മൾ പ്രാപിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വരുന്നതായ പ്രതികൂലങ്ങളെ മുൻപേ എന്നെ കേൾപ്പിക്കുമാറാകണമേ, എനിക്ക് ആലോചന പറഞ്ഞു തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം ആ ആലോചന നമ്മുടെ അന്തർഭാഗത്തോട് സംസാരിക്കുവാനിടയായിത്തീരും, അല്ലെങ്കിൽ നമ്മളെ ദൈവം കേൾപ്പിക്കുവാൻ തക്കോണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെന്ന് പറയാം, കർത്താവേ, സർവായുധങ്ങൾ ധരിച്ചുകൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാനുള്ള കൃപ എനിക്ക് തരണമേ നാഥ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് തന്ന് നമ്മെ നടത്തുവാനിടയായിത്തീരും. ഈ തിരുവചനങ്ങളാൽ കർത്താവ് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.